അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബു ചേട്ടനൊക്കെ ഉള്ള സമയത്ത് ഉണ്ടാക്കിയ ഒരു ബൈലും ഉണ്ട്. അതായത് അതിൽ അധികാരം പൂർണ്ണമായും ഏൽപ്പിക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ്. കാരണം ഈ ഇടവേള ബാബു എന്ന് പറയുന്ന ആളായിരുന്നു കംപ്ലീറ്റ് അവിടെ കൺട്രോൾ ചെയ്തിരുന്നത്. പ്രസിഡന്റായിട്ടുള്ള ലാലേട്ടൻ, ഇന്നസെന്റ് ഏട്ടൻ അതിൽ ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് ആ അധികാര വികേന്ദ്രീകരണം മുഴുവൻ നൽകിയിരുന്നത് ഇടവേള ബാബുവിനായിരുന്നു. അത് തുടർന്ന് വന്നു കഴിഞ്ഞപ്പോൾ അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ബാബു ചേട്ടൻ ഓരോ മീറ്റിംഗിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഹോട്ടലുകളിൽ ചേരുമ്പോഴും ഒരു ബൾബ് മാറ്റിയാൽ കഴിഞ്ഞ മാസം ഇന്നത് മാറ്റി, ഇന്നതുപോലെ നടന്നു എന്നുള്ളൊരു രേഖപ്പെടുത്തലുണ്ടായിരുന്നു. പക്ഷെ അതില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ പലതും സ്വന്തം ഇഷ്ടങ്ങൾക്ക് വിധേയമായി പോയപ്പോഴാണ് പലരും പ്രതികരിക്കാൻ തുടങ്ങിയത്. ഞാൻ മാത്രമല്ല, ഞാനിപ്പോൾ ഒരിക്കലും ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബൈറ്റ് തരികയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു സ്പോക്സ് പേഴ്സൺ ഇല്ല ഇപ്പോൾ അവിടെ, സത്യം പറഞ്ഞാൽ. അത് ആരാണ് തീരുമാനം എടുക്കുന്നതെന്ന് അറിയില്ല. അവിടെ ചില തീരുമാനങ്ങൾ, ഇപ്പം ഞാൻ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സെക്ഷനിൽ ഹെഡായിട്ട് ഇരുന്നു. ആ ഹൗസ് കീപ്പിംഗ് സെക്ഷനെ പിരിച്ചുവിട്ട് കളഞ്ഞു. അവിടുത്തെ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഈ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങിയപ്പോൾ പുറകിലുള്ള വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിപ്രിയ ആയിരുന്നു അതിൻ്റെ ഹെഡായിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പോയി സംസാരിക്കുകയും ആ ഒരു പ്രശ്നങ്ങൾ ഞങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു, മാറ്റുകയും ചെയ്തു. കാരണം അവിടെ ഫ്രണ്ടിൽ വെള്ളം വീഴുന്നു എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് അവിടുത്തെ അന്നുണ്ടായിരുന്ന സെക്യൂരിറ്റിയെ പറഞ്ഞു വിടുകയുണ്ടായി. നമ്മളെല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫിനെ പറഞ്ഞു വിടുക. അതിനുശേഷം ഇവർ തന്നെ നിയമിച്ചതാണ്, നമ്മൾ നിയമിച്ചതല്ല. സെക്രട്ടറിയും ട്രഷററിൻ്റെ അടക്കം ഇന്റർവ്യൂ ചെയ്തെടുത്ത സ്റ്റാഫിനാണ് വെച്ചിരുന്നത്, നമ്മളുടെ പേഴ്സണൽ ഇഷ്ടത്തിനല്ല. പക്ഷെ ആ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിയിച്ചിരുന്നു, ഓക്കെ അത് തുടർന്ന് പോകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ പിരിച്ചുവിട്ടതിൻ്റെ കാരണം എന്താണെന്ന് പോലും അറിയാതെ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഡിജിറ്റൽ തെളിവടക്കം. അപ്പോൾ പ്രസിഡന്റിന് അധികാരപരിധിയില്ല, വെറും സ്റ്റാമ്പ് മാത്രമാണെന്നുള്ളത് പ്രസിഡന്റ് തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അടുത്ത ജനറൽ ബോഡിയിൽ ഇതിലെ ബൈലോ തിരുത്തപ്പെടണം. ഇതിലുള്ള ഒഫീഷ്യൽ, അതായത് വൈസ് പ്രസിഡന്റോ ജോയിന്റ് സെക്രട്ടറിക്കോ അവിടെ ഒരു അധികാരവുമില്ല. സാധാരണ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറിന്റെ അധികാരം മാത്രമേ ഉള്ളൂ എന്നുള്ളത് ബൈലോ വായിച്ചു കഴിഞ്ഞ് ക്ലിയർ ചെയ്തപ്പോഴും. അപ്പോൾ അത് തിരുത്തപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഉള്ളൊരു വേറെ കാര്യങ്ങൾ നമ്മളൊന്നും അറിയിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, അവിടെ രേഖപ്പെടുത്തിയിട്ടുമില്ല. അൻസിബ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള തിരക്കുകൾ കൊണ്ട് പിന്മാറുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് കയറി ഇടപെടാനും പറ്റില്ല, ഒന്നും പറയാനും സാധിക്കില്ല. അല്ല, പരാതിക്കാരുടെ എല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിലുണ്ടായിട്ടുള്ളതിന് കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായത് കൊണ്ടും ഭൂരിപക്ഷം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അത് റിവോക്ക് ചെയ്തുകൊണ്ടുമാണ് നമ്മൾ അവരനുകൂലമായിട്ടുള്ള നിലപാടെടുത്തത്. പരാതിക്കാരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ അത് ഇനിയിപ്പോൾ പോലീസിന്റെ പരിധിയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനും പറ്റില്ല. അതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടാവുമെന്ന് നോക്കട്ടെ. നമ്മളവിടെ ഒരു സ്ഥിരമായിട്ട് സാന്നിധ്യമുള്ള ഒരാളല്ല ഞാൻ ആ ഓഫീസിൽ. 2 മാസത്തിന് ശേഷമാണ് ഞാൻ കൈലാഷൊക്കെ ഈ പ്രശ്നത്തിന്റെ EC മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെല്ലുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഡെയിലി നമ്മൾ ഓഫീസിൽ പോയിട്ട് എന്തൊക്കെ സംഭവിച്ചതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, സെക്യൂരിറ്റി എടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പരാതികൾ പൂർണ്ണമായിട്ടും നമ്മൾ എടുത്തിട്ടില്ല. അതിൻ്റെ അകത്തുള്ള ചില പരാതികൾ തെളിവ് സഹിതം വന്നപ്പോഴാണ് അത് നമ്മൾ ഏറ്റെടുക്കുകയും ചർച്ച ചെയ്യുകയും അത് ആ ഒരു എടുത്ത തീരുമാനം റിവോക്കുകയും ചെയ്തത്. കാരണം അവിടെ സ്ഥാപനത്തിലൊരു സ്റ്റാഫിനെ വെക്കുമ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഒന്നടങ്കം തീരുമാനിച്ചിട്ട് വെക്കുന്നത് പിരിച്ചുവിട്ടപ്പോൾ ഉണ്ടായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കിയിരുന്നു. ഞാൻ വിദേശ രാജ്യത്തായിരുന്നു, അവിടെ ഇങ്ങനെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഇതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കാര്യമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് തികച്ചും ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് നടന്നതെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മീറ്റിംഗ് കൂടിയിട്ട് എല്ലാവരും ചേർന്ന് ഒന്നടങ്കം തന്നെ, ഒരാൾ മാത്രമാണ് ഈ ജനറൽ സെക്രട്ടറിക്ക് ഭരണനിർവഹണത്തിന് അധികാരം കൊടുക്കാറുണ്ട്. പക്ഷേ എങ്കിലും പ്രസിഡന്റുമായി മറ്റു ഭാരവാഹികളുമായിട്ട് കൂടിയാലോചിച്ചിട്ട് തീരുമാനങ്ങൾക്ക് വരാറുണ്ട്. അതെപ്പോഴും ബൈലോർ പറയുന്നുണ്ട്, എല്ലാവരും കൂടിയാലോചിച്ചിട്ട്. പക്ഷേ ഇതിന്റെ ഇപ്പോൾ ഒരു കേസ് വരികയാണെങ്കിൽ അത് പ്രതികരിക്കേണ്ട ജനറൽ സെക്രട്ടറി ആണെന്നുണ്ട്. അത് അധികാരം, അതായത് 2 സൈൻ മതി അല്ലേ? 2 സൈൻ ഉണ്ടെങ്കിൽ അപ്പോൾ ജനറൽ സെക്രട്ടറിയും ട്രഷറും ചേർന്ന് സൈൻ ചെയ്ത് പോകുന്ന ചെക്കുകൾ കൃത്യമായിട്ട് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഹെഡായിട്ട് ഉണ്ടായിരുന്ന കൈലാഷ് പലതവണ റിപ്പീറ്റായിട്ട് അക്കൗണ്ട്സ് ചോദിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ വരവ് ചെലവ് കണക്കുകൾ പലതവണയായിട്ട് അവിടെ വരാത്തത് കൊണ്ട് അതിൻ്റെ അസമരസം ഉണ്ടായിരുന്നു. ഡോക്ടർ റോണി എന്ന് പറയുന്ന ആളെ ഇൻഷുറൻസ് നോക്കുന്നത്, അദ്ദേഹം പേഴ്സണലായിട്ട് ഇവരെല്ലാം പുതിയ ആൾക്കാരായതുകൊണ്ട് അവർ ശബ്ദിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. ഞാനാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾ, 10 വർഷത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി കണ്ടിരുന്നത്. അപ്പോൾ
എന്നോട് എൻ്റെ സീനിയേഴ്സ് അത് ഏറ്റെടുത്ത്, അതായത് ബാബുചേട്ടൻ ഉൾപ്പെടെ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ ചേർന്നിട്ടാണ് ഞാൻ അവിടെ തെരഞ്ഞെടുപ്പിൽ ഈ തവണ മത്സരിക്കുന്നത്. ഇത് അന്യാധീനപ്പെട്ടു പോകരുത്, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞാണ് ഞാനവിടെ ഒരു പ്രവർത്തകൻ, അതായത് ഒരു വർക്കറിനെ പോലെയാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെയുള്ള പല കാര്യങ്ങളും ആദ്യം എല്ലാം നമ്മൾ ഉൾപ്പെട്ട് നമ്മളവിടെ ഇടപെട്ടിരുന്നു. പക്ഷേ പിന്നീട് ഈ അറിയിപ്പുകളും കാര്യങ്ങളും ഇല്ലാത്ത അവസ്ഥകൾ വന്നപ്പോൾ അവിടെ അധികാരമായ ദുർവിനിയോഗം നടന്നു എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ട്രഷറർ എടുത്ത് ലീവിൽ പോകണമെന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഇന്നലെ സുരേഷ് ഗോപി ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു, ഒരുപാട് സംസാരിച്ചിട്ട്. ഇനി ഇന്നർ പൊളിറ്റിക്സിൽ എനിക്ക് താല്പര്യമില്ല, പക്ഷെ അവിടെ നിരാലംബരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ടീം നമ്മൾ ഇത് നിലനിൽക്കേണ്ടത്. അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഇതുള്ളതുകൊണ്ട് നമുക്കിത് ഇട്ടിട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ ഇതിനെ തിരുത്തിയിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. സുരേഷ് ഗോപി ഏട്ടനായിട്ട് ഇന്നലെ സംസാരിച്ച് 2-3 ദിവസം കഴിയുമ്പോൾ തൃശ്ശൂർ നേരിട്ട് കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ പോലുള്ളവർ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇടവള ബാബുചേട്ടനായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ് എൻ്റെ സൈറ്റ്. ലാലേട്ടന് ഞാൻ മെസ്സേജുകൾ വിടാറുണ്ട്, മമ്മൂക്കും വിടാറുണ്ട്. അപ്പോൾ ഇത് നിലനിൽക്കേണ്ടത് എൻ്റെയോ കൈലാഷിൻ്റെയോ ഇടവള ബാബുവിൻ്റെ അല്ല. ഒരുപാട് നിരാലംബരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ കൈ പിടിക്കുമ്പോൾ നമുക്ക് അവരൊരു സംരക്ഷണം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. നമസ്കാരം പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ. നമ്മൾ ഒരു വലിയൊരു അവാർഡ് ഷോയുമായിട്ടാണ് നമ്മളിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാനെത്തിയത്. 1-2 ടോക്സ് എന്ന ഒരു ഓൺലൈൻ മാധ്യമം ഞങ്ങൾ 4 പേര് കൂടി നടത്തുന്ന, എൻ്റെ പാർട്ട്ണർമാരിവിടെ ഉണ്ട്, അഖിലും ജയനും ഉസ്മാനും. ഞങ്ങൾ 4 പേര് കൂടിയാണ് ഈ സ്ഥാപനം നടത്തുന്നത്. നമുക്കൊരു 250 ഫേസ്ബുക്ക് പേജുണ്ട്, 50 യൂട്യൂബ് ചാനലുണ്ട്, 10 ഇൻസ്റ്റയുണ്ട്. ഇത്രയും വലിപ്പമുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ. അപ്പം എന്തുകൊണ്ടും നമുക്കൊരു അവാർഡ് ഷോ നടത്തിക്കൂടാ. സാധാരണ ഇന്ന് വരെ ഒരു ഓൺലൈൻ മാധ്യമം കേരളത്തിൽ ഒരു അവാർഡ് ഷോ നടത്തിയിട്ടില്ല. അവാർഡ് ഷോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു അവാർഡ് ഷോ. അതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് നമ്മൾ കേരളത്തിലൊട്ടാകെ നടന്ന് പബ്ലിക് വോട്ടിങ്, അത് ഇന്ന് വരെ നടക്കാത്തൊരു ശ്രമമാണ്. ഞാൻ റിപ്പോർട്ടർ ടി വി ഇരുന്നപ്പോൾ അത്തരമൊരു അവാർഡ് ഷോ നടത്തിയിരുന്നു. അത് നമുക്ക് വിജയമായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ഒരു ഓൺലൈൻ മാധ്യമം ഇത്തരം രീതിയിൽ, അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരു യാത്രയായിരുന്നു. അത് പബ്ലിക് വോട്ടിംഗ് ആയിരുന്നു. അവരാണ് നമ്മളാണ് പൈസ കൊടുത്ത് സിനിമ കാണുന്നത്, നമ്മളാണ് പ്രേക്ഷകർ. നമ്മൾ വേണം, ഒരു ജൂറിക്കപ്പുറം നമ്മൾ വേണം ഈ താരങ്ങളെയും ടെക്നീഷ്യന്മാരെയും തിരഞ്ഞെടുക്കുക എന്നൊരു ആശയമായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. വലിയ ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമം, നമ്മളും സാറ്റലൈറ്റിലും മെയിൻ പ്രിൻ്റ് മീഡിയയിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യണം, പ്രഖ്യാപനം വേണമെന്നുള്ള ആഗ്രഹം. അതാണ് ഞങ്ങൾ പ്രസ് ക്ലബ്ബിൽ തന്നെ എത്തിയത്. എന്തായാലും ആ ജൂറിയുടെ കാര്യങ്ങളും പ്രഖ്യാപനവും സോഹനാണ് നടത്തുന്നത്. ജൂറി അംഗമെന്നുള്ളത് സോഹനിലേക്ക് മൈക്ക് കൈമാറുകയാണ്.